ये लोग पूछते हैं कि केजरीवाल जब जेल में था इसने इस्तीफा क्यों दिया, क्यों नहीं दिया, जेल में से सीएम के पद से इस्तीफा क्यों नहीं दिया। मैंने इस्तीफा इसलिए नहीं दिया क्योंकि मैं देश के जनतंत्र को बचाना चाहता था। इन्हें जो इतने फॉर्मूले बना रखे हैं, एमएलए तोड़ दो, पार्टियां तोड़ दो, एमएलए खरीद लो, डरा दो, अब एक फॉर्मूला और इन्होंने नया बनाया है। जहां जहां ये चुनाव हारे वहां वहां के मुख्यमंत्री पे फर्जी केस करके उसको गिरफ्तार कर लो और उसकी सरकार गिरा दो। लेकिन मेरे लिए जो मायने रखता है वो है मैंने अपनी जिंदगी में ईमानदारी कमाई है। अगर आपको लगता है केजरीवाल ईमानदार है, जम के वोट दे देना मेरे पक्ष में। चुनाव के बाद सीएम की कुर्सी पे जाके बैठूंगा। ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നമുക്കറിയാം ജയിൽ മുക്തനായത് കഴിഞ്ഞ ദിവസമാണ്. അതിനുശേഷം അദ്ദേഹം നടത്തിയ നിരവധി പ്രസംഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം നടത്തിയ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം ഡൽഹിയിലെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ അമ്പരപ്പുണ്ടാക്കി. താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ്, മന്ത്രിസഭ പിരിച്ചുവിടാൻ പോവുകയാണ്, 2 ദിവസത്തിനകം അതുണ്ടാകും എന്നാണ് കെജ്രിവാൾ പറഞ്ഞത്. ജനവിധിയോടെ തിരിച്ചു വരാനാണ് കെജ്രിവാൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് കെജ്രിവാൾ ലക്ഷ്യം. പക്ഷേ BJP ഇതിനെ ഒരു രാഷ്ട്രീയ നാടകമായി പറയുന്നു. എന്താണ് കെജ്രിവാളിന്റെ ലക്ഷ്യം? എന്താണ് കെജ്രിവാൾ ഈ രാജി പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. BJP വക്താവ് ശ്രീ S. ജയസൂര്യൻ, ആം ആദ്മി വക്താവ് ശ്രീ ജോൺസൺ കറുകപ്പള്ളിൽ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ് എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഞാൻ ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. എന്താണ് കെജ്രിവാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരമൊരു പ്രഖ്യാപനം ഒരു കാരണവശാലും കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. അതിപ്പോൾ നവംബറിലോ ഡിസംബറിലോ ആക്കാനുള്ള ശ്രമം, അതിന് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ ഒരു രാഷ്ട്രീയ എഡ്ജ് കെജ്രിവാൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നാടകാചാര്യനായി മാറിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇതാദ്യമായിട്ടല്ല നാടകീയമായ പ്രസ്താവനകൾ കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മെയ് മാസം താൽക്കാലിക ജാമ്യം ലഭിച്ച് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഇതുപോലെ തന്നെ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചു. അപ്പോഴാണ് BJP പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ശ്രീ നരേന്ദ്രമോദി 75 വയസ്സിൽ റിട്ടയർ ചെയ്യുമോ, അപ്പോൾ അൺലീഷിംഗ് കാറ്റ് എമംഗ് ദ പിജിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. BJP പാളയത്തിലും നേതൃനിരയിൽ ആങ്കലാപ്പുണ്ടാക്കുന്ന പ്രസ്താവനയായിരുന്നു അത്. BJP ഒരു വിധത്തിലാണ് അതിനെ തരണം ചെയ്തത്. ഒരു 2ാം നിര നേതൃത്വത്തിലെ ആളുകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ജനിപ്പിക്കുന്ന തരത്തിലുള്ള നാടകീയമായ പ്രസ്താവന. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പദത്തിൽ ജയിലിലായിരുന്ന 6 മാസം രാജിവെക്കാതെ പിടിച്ചു നിന്ന കേജ്രിവാൾ ജാമ്യം കെട്ടി പുറത്തിറങ്ങി 2ാം ദിവസം നാടകീയമായ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ ജനങ്ങളെ സമീപിക്കാനും വീടാന്തരം കയറി ജനകീയ കോടതിയിൽ തൻ്റെ ഒരു നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി കസേരയിൽ വരികയും ചെയ്യാം എന്ന കേജ്രിവാളിൻ്റെ തന്ത്രം. ഇത് രാഷ്ട്രീയ മർമ്മം, ശരിയായ രാഷ്ട്രീയ മർമ്മം അറിയാവുന്ന ജനങ്ങളുടെ ഒരു മനസ്സറിയാവുന്ന ഒരു നേതാവിൻ്റെ ഒരു തന്ത്രം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി പദത്തിൽ കേജ്രിവാൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫയലുകൾ ഒപ്പുവെക്കാനോ ഫയലുകൾ നോക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു റബ്ബർ സ്റ്റാമ്പ് ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ ആ ഒരു പദവി ഒരു ബാധ്യതയാണ്. അത് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ഫ്രീ ബീസാണ്. ഫ്രീ ഇലക്ട്രിസിറ്റി, വെള്ളം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെ വലിയ തോതിൽ ജനസൗഹൃദപരമായ നയങ്ങൾ നടപ്പിലാക്കിയ ഫയലുകൾ നീങ്ങണമെങ്കിൽ കേജ്രിവാൾ ആ തലപ്പത്തുണ്ടാകണം. ഇതില്ലാത്തപ്പോൾ വകുപ്പില്ലാ മുഖ്യമന്ത്രിയായി ഒരു റബ്ബർ സ്റ്റാമ്പായി ഇരിക്കുമ്പോൾ മറ്റ് മന്ത്രിമാർ ആകെപ്പാടെ ഒരു പരുവത്തിന് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് കേജ്രിവാൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട്
പാർട്ടിയെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അങ്ങനെ ജനകീയ കോടതി അങ്ങനെയൊന്നില്ല എന്ന് യഥാർത്ഥത്തിൽ നിയമത്തിന് മുന്നിൽ ജനകീയ കോടതി ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് എന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് മുഖ്യമന്ത്രി പദത്തിലിരിക്കാം. അല്ലാതെ കേസും വഴക്കും നിയമത്തിൻ്റെ വഴിയെ നീങ്ങണം. ജനകീയ കോടതി എന്നൊന്ന് കേവലം കാൽപ്പനികം മാത്രമാണ്. പക്ഷേ ആ കോടതിയിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ച് മുഖ്യമന്ത്രി പദത്തിലെത്താം എന്ന രീതിയിലാണ്. അപ്പോഴും കേസും കാര്യങ്ങളും അതിന്റെ വഴിക്ക് കോടതി ഉത്തരവ് നമുക്ക് ഇന്നലെ അറിയാം, അത്ര സുഖകരമായിരുന്നില്ല. പുറത്തിറങ്ങിയെങ്കിൽ പോലും ഒരുപാട് ജാമ്യവ്യവസ്ഥകളുണ്ട്, ശക്തമായ വ്യവസ്ഥകൾക്ക് പുറത്താണ് പുറത്തിറങ്ങുന്നത്. മുഖ്യമന്ത്രിയായ ഒരു പെർഫോമൻസിന് കേജ്രിവാളിന് സാധിക്കില്ല. എങ്ങനെയായാലും അതവിടെ കിടക്കും. ശ്രീ രഞ്ജിത്ത്, ഈ മുഖ്യമന്ത്രി പദമെന്ന് പറയുന്നത് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. കേജ്രിവാൾ എങ്ങനെയാണ് പിന്നിൽ പോയതെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ കേജ്രിവാളിന്റെ മത്സരം കോൺഗ്രസുമായിട്ടാണ്. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ BJP വിരുദ്ധ ഇന്ത്യയിലെ പാൻ ഇന്ത്യ സ്പേസിലേക്ക് ഇരച്ചു കയറാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ, ആ ഡിസൈൻ അവിടെ BJP അത് ഇടപെട്ട് അത് പൊളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി നഷ്ടപ്പെട്ട എഡ്ജ് പതിയെ വീണ്ടെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇപ്പോൾ ഇതാ ഹരിയാനയിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നു. അത് മാത്രമല്ല ഡൽഹി തിരഞ്ഞെടുപ്പ് 2025 ഫെബ്രുവരി മാസം നടക്കേണ്ട തിരഞ്ഞെടുപ്പ്, നവംബർ മാസം ഇപ്പോൾ ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയമാണ് നവംബർ. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നടക്കുകയും ഇപ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ള സഹതാപ വോട്ട് പെട്ടിയിലാക്കുകയും ചെയ്ത് ഡൽഹി നിലനിർത്തുകയെങ്കിലും ചെയ്യുക എന്നതാണ് മിനിമം കേജ്രിവാൾ അജണ്ട. അതിന് ഈ നാടകീയമായ പ്രസ്താവന തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദത്തിൽ കടിച്ചു തൂങ്ങുന്ന കേജ്രിവാളിനേക്കാൾ ശക്തനായിരിക്കും മുഖ്യമന്ത്രി പദത്തിൽ നിന്നും താഴെ ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കേജ്രിവാൾ എന്ന ഒരു തിരിച്ചറിവാണ്. അല്ലാതെ അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ മറ്റ് മുഖ്യമന്ത്രിമാരൊക്കെ രാജിവെച്ചല്ലോ. ഹേമന്ത് സോറൻ രാജിവെച്ചു. മുഖ്യമന്ത്രി പദം രാജിവെച്ചതിന് ശേഷമാണ് ചമ്പൈ സോറനെ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയാക്കിയത്. ജയലളിത രാജിവെച്ച് പനീർ സെൽവത്തെ മുഖ്യമന്ത്രിയാക്കിയതിനു ശേഷമാണ് ജയിലിൽ പോയത്. ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും രാജിവെച്ച് റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കിയതിനു ശേഷമാണ് ജയിലിലേക്ക് പോയത്. അപ്പോൾ അതിൽ നിന്നുള്ള പ്രിസിഡൻസ് ഒന്നുമില്ലാതെ കേജ്രിവാളാണ് ജനാധിപത്യ സംരക്ഷണം എന്ന പേര് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പദം രാജിവെക്കാതെ ജയിലിൽ തുടർന്നതിന് ഒരു സന്ദേശമുണ്ടെന്ന് ഇന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇതെല്ലാം വളരെ വലിയ തോതിലാണ് BJP ആശയക്കുഴപ്പത്തിലാക്കുന്നത്. അതുകൊണ്ടാണ് BJP സമ്മർദ്ദത്തിലാണ്. BJP എങ്ങനെയാണ് കേജ്രിവാൾ നാളെ എന്താണ്? രാഹുൽ ഗാന്ധി പ്രഡിക്റ്റബിൾ ആണ്, പക്ഷേ കേജ്രിവാൾ അൺപ്രഡിക്റ്റബിൾ. അതാണ് ശ്രീ S.J. സൂര്യൻ. അൺപ്രഡിക്റ്റബിൾ ആണ് കേജ്രിവാൾ. നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ജാമ്യത്തിൽ ആ സമയത്ത് അദ്ദേഹം നടത്തിയ പലവിധ കാര്യങ്ങൾ, ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ നേരിട്ട് ആക്രമിക്കുകയാണ്. അവിടെ രാഹുൽ ഗാന്ധി പോലും അറ്റാക്ക് ചെയ്യാത്ത തരത്തിൽ പല വിധത്തിലുള്ള നറേറ്റീവ്സ് ഉണ്ടാക്കുകയാണ്. അതിന്റെ പുറകെ പോകേണ്ട സാഹചര്യം അന്ന് BJPക്ക് ഉണ്ടായ പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. അമിത്ഷായ്ക്കടക്കം അതിൽ മറുപടി പറയേണ്ടി വന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. അങ്ങനെയുള്ള കേജ്രിവാളാണ് ഇപ്പോൾ ജയിലിന് പുറത്ത് ശക്തനായി നിൽക്കുന്ന കേജ്രിവാൾ ആണിപ്പോൾ പറയുന്നത് താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് എന്ന്. BJP പേടിക്കണ്ടേ? BJP പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കേജ്രിവാളിന്റെ ഗതികേട് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്. അത് വളരെ വ്യക്തമായി നമുക്കറിയാം. അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ കയറാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഫയലുകൾ നോക്കാൻ പറ്റില്ല, ഫയലുകളിൽ ഒപ്പിടാൻ പറ്റില്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിന് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. സത്യത്തിൽ കേജ്രിവാൾ ജയിലിനകത്ത് കിടക്കുകയായിരുന്നു ഭേദം എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നുന്നുണ്ടാവാം. പുറത്തിറങ്ങുകയും ചെയ്തു. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല, സെക്രട്ടേറിയറ്റിന്റെ അടുത്തേക്ക് പോലും പോകാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ പാർട്ടിയെ നിലനിർത്തുക എന്നുള്ള വലിയ ബാധ്യത അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. ആ പാർട്ടിയെ പിടിച്ചു നിർത്തണം. ആ പാർട്ടിയെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ള ഭയം ഇന്ന് അദ്ദേഹത്തെ പിടികൂടിയിരിക്കുകയാണ്. ഇവിടെ ലാലു പ്രസാദ് ഒക്കെ ചെയ്തതുപോലെ സ്വന്തം ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള പിന്തുണ തേടാൻ വേണ്ടിയല്ലേ 2 ദിവസം അദ്ദേഹം സമയം ചോദിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ഉടൻ തന്നെ എന്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് സെക്രട്ടേറിയറ്റിൽ പ്രവേശനമില്ല, ഞാനിതാ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ചാൽ പോരെ? എന്നിട്ട് നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്താൽ പോരെ? എന്നിട്ട് ഇലക്ഷനെ നേരിട്ടാൽ പോരെ? ഇതൊന്നും ചെയ്യാനുള്ള ധൈര്യം ഇന്ന് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ അലുത്തലുത്തില്ലാതാകുന്ന ലയിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന സ്വന്തം പാർട്ടിയെ പിടിച്ചു നിർത്താൻ, തന്റെ അണികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ, അണികൾക്കിടയിൽ ഒരു ഷോക്ക് കൊടുക്കാൻ, ആ ഷോക്കിന്റെ പേരിൽ പാർട്ടിയെ സംരക്ഷിക്കാൻ മാത്രമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം.
ഇത് BJP-യെ തരുമ്പും ഏശിപ്പിക്കുന്ന കാര്യമല്ല. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒരുപോലെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായ ഗിമ്മിക്കാണ്, ഇത് വെറും പൊളിറ്റിക്കലായിട്ടുള്ള തട്ടിപ്പാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കെജ്രിവാളിനെ നിസ്സാരനായി കാണാൻ BJP-ക്ക് ഒരിക്കലും കഴിയില്ലല്ലോ. ഇന്നും കെജ്രിവാളിന്റെ പ്രഖ്യാപനം BJP ഒരിക്കലും അധികാരത്തിൽ വരാതിരിക്കാനാണ് താൻ ശ്രദ്ധിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ BJP വലിയ നേട്ടമുണ്ടാക്കിയ പാർട്ടിയാണ്. പക്ഷെ നിയമസഭ വരുമ്പോൾ അവിടെ കെജ്രിവാളിനെ അങ്ങനെ പുറകോട്ട് കണ്ടൊരു നീക്കം BJP-ക്ക് സാധിക്കില്ല. നേരിട്ട് പലപ്പോഴും പല കെജ്രിവാളിന്റെ ചോദ്യങ്ങൾക്കും BJP മറുപടി പറയേണ്ടി വരുന്നു. കോൺഗ്രസിനെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ BJP പേടിക്കുന്നത് കെജ്രിവാളിനെ ആയിരിക്കും. അല്ല, അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് കേജ്രിവാളിന് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം മദ്യ അഴിമതി കേസിൽ, മദ്യ നയത്തിന്റെ കാര്യത്തിൽ നടത്തിയ മലക്കം മറിച്ചിലിൽ അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമല്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സോറന് ജാമ്യം കിട്ടിയതുപോലെ, ജയലളിതയ്ക്ക് ജാമ്യം കിട്ടിയതുപോലെ എന്തുകൊണ്ടാണ് കേജ്രിവാളിന് ജാമ്യം കിട്ടാൻ ഇത്രയേറെ വൈകിയത്? അത് തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാക്കി എന്നല്ലല്ലോ അർത്ഥം. എല്ലാ തെറ്റുകളിൽ നിന്നും അദ്ദേഹം മുക്തനായിട്ടല്ലല്ലോ പുറത്തേക്ക് വന്നത്. വളരെ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് പുറത്തേക്ക് വന്നത്. അദ്ദേഹം കുറ്റവാളി തന്നെയാണ്. അദ്ദേഹം സംശയിക്കപ്പെടുന്ന തരത്തിലുള്ള നിരവധി കുറ്റങ്ങൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയാണ്, വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കേജ്രിവാളിന് ഒരിക്കലും ഡൽഹി രാഷ്ട്രീയത്തിൽ നിന്നല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ ഒരിടത്തും തന്നെ യാതൊരു പ്രാധാന്യവും കിട്ടാൻ പോകുന്നില്ല. കാരണം ഡൽഹിയിൽ വാരിക്കോരി കൊടുത്ത സൗജന്യങ്ങളൊക്കെ ആ സംസ്ഥാനത്തെ സാമ്പത്തിക പാപ്പരത്വത്തിലേക്ക് നയിച്ചപ്പോൾ പണം കണ്ടെത്താനുള്ള വഴി എന്നുള്ള നിലയിൽ മദ്യ നയത്തിൽ വലിയ തിരുത്തലുണ്ടാക്കി. പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കാൻ വേണ്ടി ആ പണം ഉപയോഗിച്ചു. അത് ഗോവ തിരഞ്ഞെടുപ്പിൽ വരെ പ്രയോഗിച്ചു എന്നൊക്കെ കോടതി വരെ നിരീക്ഷിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ജനങ്ങൾക്ക് അതിനേക്കാൾ വ്യക്തമായി ഇന്ന് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് നീങ്ങുന്നത് മുമ്പ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ അടവ് നയം, അത് മാത്രമാണ് ഇന്ന് കേജ്രിവാൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത്, പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം കേജ്രിവാളിന്റെ ഒരു നീക്കവും, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയും, അദ്ദേഹത്തിന്റെ ഒരു നിലപാടും ഇന്ന് BJP-യെ ഭയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. മറ്റൊരു രാഷ്ട്രീയ സ്വാധീനവും അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാട് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ശ്രീ മോഹൻ വർഗീസ്, തിരിച്ചു വരാം. ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ നിസ്സാരക്കാരനായി BJP കാണേണ്ട ഒരു നേതാവാണ് എന്ന് ശ്രീ S. ജയസൂര്യൻ പറയുന്നു. അങ്ങനെ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കെജ്രിവാൾ പുറത്തു വന്നു, വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തി. എന്നിട്ടും അവിടെ ഡൽഹിയിൽ നേട്ടമുണ്ടാക്കാനാകുന്നില്ല. രണ്ട് തിരഞ്ഞെടുപ്പുകളാണെന്ന് പറയാം. അപ്പോൾ പോലും കുറച്ചുകൂടി കരുത്തരായ കെജ്രിവാൾ നടത്തിയ പല പ്രസ്താവനകളും ഡൽഹിയിൽ നേട്ടം ആം ആദ്മിക്ക് ഉണ്ടാക്കിയില്ല എന്നത് വസ്തുതയാണ്. ഇത് നമ്മൾ കേജ്രിവാളിനെ മനസ്സിലാക്കുന്നത്, കേജ്രിവാളിൻ്റെ രാഷ്ട്രീയം ഒരു പരമ്പരാഗതമായ രാഷ്ട്രീയമല്ല. ഇന്ത്യക്ക് അധികം പരിചയമില്ലാതിരുന്ന ഒരു പുതിയ രാഷ്ട്രീയമാണ്. അതൊരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിൽ നിന്നും പൗരസമൂഹത്തിൻ്റെ ആ മൂവ്മെൻറ്റാണ്. അണ്ണാ ഹസാരെ നയിച്ച ഒരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റിൻ്റെ ഒരു കൊറോളറി അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റായി വേണമെങ്കിൽ കാണാവുന്ന വ്യത്യസ്തതയുള്ളൊരു പാർട്ടിയാണ് കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി. അപ്പോൾ ഒരു അർബൻ മെട്രോപൊളിറ്റൻ സെൻറ്ററിൽ വേര് പിടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ദർശനമാണ്. പക്ഷേ അത് ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലേക്കും ഗോവ പോലെയോ അല്ലെങ്കിൽ ഗുജറാത്ത് പോലെയോ, ഹരിയാന കുറച്ചുകൂടെ ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്, വ്യത്യസ്തമായ സ്ഥലമാണ്. പക്ഷേ അങ്ങനെ ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കണം എന്ന ദീർഘകാല ലക്ഷ്യത്തോടുകൂടി കേജ്രിവാൾ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഈ പാർട്ടിയും ഡൽഹിയിലെയും പഞ്ചാബിലെയും സർക്കാരും. അപ്പോൾ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനിരിക്കുന്ന സമയത്താണ് എന്താണോ കേജ്രിവാളിൻ്റെ കോർ കോമ്പിറ്റൻസി, ആ പത്തിയിൽ തന്നെയാണ് BJP അടിച്ചിരിക്കുന്നത്. അതായത് കേജ്രിവാളിൻ്റെ ഇൻവിൻസിബിലിറ്റി എന്ന് പറയുന്നത് അഴിമതി രഹിത ഒരു പ്രതിച്ഛായയാണ്. അഴിമതിക്കെതിരെയുള്ള ഒരു ചിഹ്നം എന്ന നിലയിലാണ് ഈ ചൂല് ചിഹ്നം പോലും. അതേ കേജ്രിവാൾ ജയിലിൽ കിടന്നത് നമുക്കറിയാം ഏത് കേസിലാണ് എന്നുള്ളത്. മറ്റൊരു കാര്യം അഴിമതി കേസ്. മറ്റൊരു കാര്യം, ഈ കോൺഗ്രസ് എവിടെ ക്ഷീണിക്കുന്നു അവിടെയാണ് ആം ആദ്മി വളരുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് ക്ഷീണിച്ചപ്പോൾ ആം ആദ്മി വരുന്നു, പഞ്ചാബിൽ അതേ സംഭവം ഉണ്ടാകുന്നു അവിടെ. പക്ഷേ BJP-ക്ക് അതെങ്ങനെ പ്രശ്നമാകുമെന്നുള്ള ചോദ്യമാണ് ശ്രീ ജയസൂര്യനടക്കം ഉന്നയിക്കുന്നത്. ഇവിടെ കോൺഗ്രസ്, ഇപ്പം ആം ആദ്മി പാർട്ടിക്ക് ഉത്തരേന്ത്യയിൽ ഡൽഹി, പഞ്ചാബ്, ഒരു പരിധിവരെ ഹരിയാന, അതിന് മുകളിലേക്ക് പോകാവുന്നൊരു സാഹചര്യം വരുന്നു എന്ന തോന്നലുണ്ടായപ്പോഴാണ് ഈ അഴിമതി കേസ് ഉണ്ടായത്. ഈ അഴിമതി കേസിന്റെ കറ പുരണ്ടു കഴിയുമ്പോൾ ഇപ്പോഴും സംശയത്തിന്റെ മുനകൾ നീളുകയാണ്. യഥാർത്ഥത്തിൽ തെളിവുകളൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ല. പൊളിറ്റിക്കൽ വെൻഡേറ്റ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനായി BJP അന്വേഷണ ഏജൻസികളെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും
അതുപോലെ CBIയെയും ഉപയോഗിച്ചുകൊണ്ട് ഈ ന്യായമില്ലാതെ തടവിൽ വെച്ചു, 6 മാസത്തോളം തടവിൽ വെച്ചു. അതിൽ ഒരു ന്യായം ജഡ്ജിമാർ കാണുന്നത് ഈ 2 അംഗ വിധിയിൽ പറയുന്നൊരു കാര്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ജാമ്യം കിട്ടിയ ഉടനെ തന്നെ CBI അറസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും കേജ്രിവാൾ വെളിയിൽ വരരുത് എന്ന ഒരു വാശി ഉള്ളതുപോലെ തോന്നുന്നു. ആ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേജ്രിവാളിനെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികൂലർക്കെതിരെ വേട്ട നടത്തുന്നു എന്ന് വ്യംഗ്യമായി കോടതി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് കേജ്രിവാളിന്റെ ഒരു പിടിവള്ളിയാണ്. ആദ്യത്തെ ഒരു കവചകുണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു, അഴിമതി വിരുദ്ധതയുടെ കവചകുണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ പിടിവള്ളി എന്ന് പറയുന്നത് ഇനിയും ജനകീയ കോടതിയിൽ ചേർന്ന് അഗ്നിശുദ്ധി വരുത്തി വീണ്ടും മുഖ്യമന്ത്രി കസേരയിലെത്തി ഭാവി രാഷ്ട്രീയം മുന്നോട്ട് പോകാം. തൽക്കാലത്തേക്ക് കോൺഗ്രസുമായി ചെറിയൊരു വെടിനിർത്തൽ തന്നെയായിരിക്കണം താല്പര്യം. എനിക്ക് തോന്നുന്നത് ഹരിയാനയിൽ കോൺഗ്രസുമായി സമരസപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു. ഹരിയാന വളരെ വലിയ തോതിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുകയാണെങ്കിൽ, കേജ്രിവാൾ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഹരിയാനയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിക്ക് അല്ല, മറിച്ച് BJP ആണ്. കാരണം ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഹരിയാനയിൽ ആപ്പിനും കാര്യമായി മുന്നോട്ട് പോകാനൊക്കില്ല. കാരണം ഹരിയാനയും ഡൽഹിയും തമ്മിൽ തർക്കങ്ങളുണ്ട്. ജലം ഷെയർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തർക്കമുണ്ട്. ഡൽഹിയിലെ ഒരു മന്ത്രി ഈ ഹരിയാനയ്ക്ക് വെള്ളം കൊടുക്കുന്ന വിഷയം വന്നപ്പോൾ നിരാഹാരം വരെ കിടന്നതാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ മത്സരിക്കുമ്പോൾ കേജ്രിവാളിന്റെ നേതൃത്വത്തിലാണെങ്കിൽ പോലും അത് അത്ര സുഗമമായില്ല. അതുമാത്രമല്ല, നേരത്തെ ഇറങ്ങിയതാണല്ലോ കേജ്രിവാൾ. നേരത്തെ ജയിൽ മോചിതനായി ഇറങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്ന് ഡൽഹിയിലെ 7 സീറ്റുകളിൽ മത്സരിച്ചു. 4 സീറ്റിൽ ആപ്പും 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു. 7 സീറ്റിലും പരാജയപ്പെടാനായിരുന്നു യോഗം. വേണമെങ്കിൽ പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു തട്ടകമാണ്. വേണമെങ്കിൽ അത് BJPയുടെ ഒരു കപ്പ് ഓഫ് ടീ ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല, ആപ്പിന് ഒരു എഡ്ജുണ്ട്. പക്ഷേ അതിപ്പോൾ കൃത്യമായി ഉറപ്പ് പറയാനാവാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയും അധികാരം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയും കേജ്രിവാൾ കളിച്ച ഒന്നാന്തരം ഒരു സ്ട്രാറ്റജിക് പൊളിറ്റിക്കൽ മൂവാണ് ഇപ്പോഴത്തെ മൂവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ജോൺസൺ, ഇവിടെ ഈ കേജ്രിവാൾ ഇന്നലെ അദ്ദേഹം നമുക്കറിയാം കോടതി വിധി വന്നപ്പോൾ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാവില്ല, അദ്ദേഹത്തിന് എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നത് അത്തരത്തിൽ തന്നെ അവിടെ പറയുന്നുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് മറ്റൊരു വേർഷൻ ഉണ്ട്. അതായത് ഈ BJP പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണത്. ഡൽഹി മുഖ്യമന്ത്രിയുടെ അധികാര പരിധികളെക്കുറിച്ച് ആം ആദ്മി വാചാലരാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ ഈ ജയിലിൽ കഴിഞ്ഞ കാലത്തെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ശ്രീ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ 6 മാസത്തിലധികം ജയിലിൽ കിടത്തേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് കോടതി ചോദിക്കുന്ന ആ ഒരു എന്താണ് ജനത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന കേജ്രിവാളിനെ കുറിച്ചുള്ള അത്തരത്തിലുള്ള അനുകമ്പ അത് പ്രയോജനപ്പെടുത്തുക എന്ന് തന്നെയാണോ ഈ ഒരു രാജ്യ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായും ഇവിടെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോട് കൂടി ഉള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തന്നെയാണ്. അതിന് ഇവിടെ BJPയുടെ നിരീക്ഷകൻ വക്താവ് പറഞ്ഞല്ലോ, BJPക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന്. പിന്നെ എന്തിനാണ് BJP ഇതൊരു വലിയ നാടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക? BJP ഭയപ്പെടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ BJPയിൽ നിന്നും അകന്നു പോകുന്നു, അല്ലെങ്കിൽ BJPയിൽ നിന്ന് അത് BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതിന് ഒരു ബദലായി മാറുന്നത് കേവലം 10 വർഷം പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഇവിടെ മോഹൻ സാർ പറഞ്ഞതുപോലെ അതൊരു മൂവ്മെന്റ് ആണ്. ഒരു പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബദലായി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ മൂവ്മെന്റ് ആണ്. അതൊരു വെൽഫെയർ പോളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. ആ ആശയത്തെ ജനങ്ങൾ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ജയിലിൽ നിന്നും മോചിതനായി പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. സാധാരണഗതിയിൽ ഒരു കുറ്റവാളിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് അകത്ത് പോയി ജയിലിൽ കിടന്നിട്ട് ജാമ്യം കിട്ടുന്നതിന് മുൻപ് തന്നെ അകത്തേക്ക് പോകുമ്പോൾ രാജിവെച്ച സംവിധാനമാണ് അല്ലെങ്കിൽ സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, ഒരു വ്യക്തി അകത്തു പോയതിനു ശേഷം രാജിവെക്കാതെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാടുവാൻ കഴിവും ശേഷിയുമുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുമെന്ന് ജയിലിലിരുന്ന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് കേജ്രിവാൾ. അങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മറ്റൊരു നയം അല്ലെങ്കിൽ മറ്റൊരു വെൽഫെയർ പോളിറ്റിക്സിന്റെ മറ്റൊരു മുഖം അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഞാൻ രാജിവെക്കാൻ സന്നദ്ധനാണ്, ജനങ്ങൾക്ക് വേണ്ടി രാജിവെക്കാൻ സന്നദ്ധനാണ്. BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ഇത് ജനങ്ങൾക്കുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് എന്ന്. പക്ഷേ ജനങ്ങൾക്കുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് അല്ല ഇത്, മറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനാണ് അദ്ദേഹം ഈ രാജി പ്രഖ്യാപനം നടത്തിയത്. 2 ദിവസത്തെ രാജി പ്രഖ്യാപനം കൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഈ 2 ദിവസം. ഇന്നിപ്പോ കേരളത്തിലെ 7-8 ചാനലുകൾ കേജ്രിവാളിനെ കുറിച്ചും ആം ആദ്മി പാർട്ടിയെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ
ഈ 2 ദിവസം ഈ കേജ്രിവാളിനെ കുറിച്ചും ആം ആദ്മി പാർട്ടിയെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ BJP എത്രമാത്രം ഇത് ഭയപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പുറത്തു വന്നതിന് ശേഷം രാജിവെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് കേജ്രിവാൾ എന്ന് പറയുക. ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള അനുഭവശേഷിയും കാര്യങ്ങളുമൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ, അതുകൊണ്ടാണ് അദ്ദേഹം വെല്ലുവിളിച്ചത്. ഫെബ്രുവരിയിൽ നടക്കേണ്ട ഇലക്ഷൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അങ്ങനെ നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക, ഞങ്ങൾ തയ്യാറാണ്, ജനങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജയിലിൽ കിടക്കുന്ന കേജ്രിവാളിനേക്കാളും ശക്തനായിരിക്കും ഈ പുറത്തുള്ള കേജ്രിവാൾ എന്ന ഫെബ്രുവരിയിലാണ് ശ്രീ ജോൺസൺ തെരഞ്ഞെടുപ്പ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുക. അവിടെ ആ സമയം വരെ നേതാക്കൾ ഉണ്ടല്ലോ, അതിഷി അടക്കമുള്ളവരുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം വേണമെങ്കിൽ കേജ്രിവാളിന് കൈമാറാം. അതിനും അദ്ദേഹം മടിക്കുന്നൊരു പശ്ചാത്തലം, അതല്ലാതെ രാജിവെക്കുന്നൊരു പശ്ചാത്തലം. നമുക്കറിയാം നേരത്തെ ഹരിയാനയിൽ, ജാർഖണ്ഡിൽ സംഭവിച്ചത്. ജാർഖണ്ഡിൽ സോറൻ ജയിലിലായപ്പോൾ പകരം ഒരു മുഖ്യമന്ത്രി വരുന്നു. പിന്നീട് അത് അദ്ദേഹം BJP-യിൽ ചേരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ബീഹാറിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒപ്പമുള്ളവരെ കൂടി കേജ്രിവാൾ പേടിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി സ്ഥാനം കൈമാറിയാൽ ഒരു രാജി എന്നത്, അല്ലെങ്കിൽ ഈ സംഭവം എന്നത് മറ്റു തരത്തിൽ ആം ആദ്മിയെ ബാധിക്കുമോ? അധികാര കേന്ദ്രങ്ങളിൽ അത് വല്ലാത്ത മാറ്റം ഉണ്ടാക്കുമോ എന്ന ഭയം കൂടി ഉണ്ട് എന്ന വ്യാഖ്യാനവും ഉണ്ട്. അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നത് പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭയമാണ്. ഇവിടെ ആം ആദ്മി പാർട്ടിയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇത് BJP വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നേരത്തെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പാർട്ടി സംവിധാനം, അതിന്റെ ദേശീയ നേതാവ് പ്രഖ്യാപിക്കുന്നത്. അതേസമയം 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം രാജിവെച്ചാൽ പകരം മുഖ്യമന്ത്രി നമുക്കുണ്ടാകും. ധാരാളം നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. 10 വർഷം പ്രായമുള്ളൂ എങ്കിലും ഈ പാർട്ടിക്ക്, ഈ രാജ്യത്തെ നയിക്കുവാൻ ശേഷിയുള്ള അനേകം നേതാക്കന്മാരുണ്ട്. അവരുടെ കൈകളിലേക്ക് ഭദ്രമായിട്ട് ഈ സംവിധാനത്തെ മാറും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ, BJP-യുടെ പ്രതി എന്താ പറഞ്ഞത്, സുനിത കേജ്രിവാളിന് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടാണ്. അതിനൊന്നും മറുപടി പറയാൻ ഞാനാണല്ല. പക്ഷെ എന്താണ്, അങ്ങനെ ഒരു പാരമ്പര്യം നമ്മുടെ പാർട്ടിക്കില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പാർട്ടികൾ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാകാം. സുനിത കേജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അധികാരത്തിലെത്തുവാൻ അല്ലെങ്കിൽ ഭരണം കയ്യിലാക്കുവാനുള്ള ശ്രമമൊന്നുമല്ല നടത്തുന്നത്. അങ്ങനെ നടത്തണമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അങ്ങ് അകത്തേക്ക് പോയപ്പോൾ ഈ കാര്യം ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തില്ലല്ലോ. പക്ഷേ ഇവിടെ അദ്ദേഹം കാണുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനകീയ കോടതിയിൽ തന്റെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുവാനുള്ള അദ്ദേഹത്തിന്റെ ആ കർമ്മശേഷി, അങ്ങനെ ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെല്ലുവാൻ കഴിവുള്ള ഒരു ശേഷിയുള്ള നേതാവുണ്ടെങ്കിൽ അത് കേജ്രിവാൾ മാത്രമാണ്. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടി മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഈ തീരുമാനങ്ങൾ, ഈ വലിയ തീരുമാനം ഈ ഇറങ്ങി വന്നിട്ട് ഉടനെ തന്നെ പ്രഖ്യാപിച്ചത്. ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഒരു നേതാവ് BJP-യുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു. ഇറങ്ങി വന്നിട്ട് അദ്ദേഹം 48 മണിക്കൂർ തികഞ്ഞിട്ടില്ല. 4-5 മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപക്ഷെ ചിന്തിക്കാം അദ്ദേഹത്തിന് പ്രശ്നമുണ്ട് എന്ന് ഒരുപക്ഷെ പറഞ്ഞു പോകാം. പക്ഷേ 48 മണിക്കൂർ ആകുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ചടുലമായ ഒരു തീരുമാനമാണ്. അത് ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യപ്പെടും. ജനങ്ങൾ അത് ഏറ്റെടുക്കും. അരവിന്ദ് കേജ്രിവാൾ എന്താണ്, ആം ആദ്മി എന്താണ് ആം ആദ്മി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്നും അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഈ ഡൽഹിയും പഞ്ചാബും മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലേക്കും, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ശക്തിയും കഴിവും വർദ്ധിച്ച് അത് വളർന്ന് പന്തിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു ശരി, തിരിച്ചു വരാം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഈ നമ്മൾ ഡൽഹിയിലെ കാര്യം പറഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ BJP-ക്ക് പ്രതീക്ഷിത നേട്ടം ഉണ്ടാകുന്നില്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്നില്ല. അതിലെവിടെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഈ കെജ്രിവാൾ എഫക്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കരുതത്തക്ക സാഹചര്യമുണ്ടോ? കെജ്രിവാളിന് താങ്കൾ പറഞ്ഞതുപോലെ ഡൽഹിയിലും പഞ്ചാബിലും ഒരുപക്ഷെ ഹരിയാനയിലും അപ്പുറം ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്ന തരത്തിലുള്ള വളർച്ചയ്ക്ക് ഉള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് നമുക്ക് കരുതാനുമാവില്ലല്ലോ. ഈ ചില കണ്ടീഷൻസ്, ശ്രീ രഞ്ജിത്ത്, ഈ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ആം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിന് നിലനിൽക്കാനാവൂ. ഡൽഹി എന്ന് പറയുന്നത് ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് അവിടെ വരുന്നു. അവിടുത്തെ പരിഗണന എന്ന് പറയുന്നത് ജാതിയോ മതമോ പ്രാദേശികവാദമോ ഒന്നും തന്നെയല്ല. അവിടെ വികസനമാണ്. അതുമാത്രമല്ല, ഡൽഹിയിലേക്ക് വരുന്ന ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്. അവിടെ ഗവൺമെൻറ് ജോലികൾ, മറ്റു ജോലികൾ, അവർക്കെല്ലാം വളരെ ന്യായമായ തുകയിൽ വിദ്യാഭ്യാസം ലഭിക്കണം. ആരോഗ്യ സംവിധാനത്തിലേക്ക് ആക്സസ് ഉണ്ടാകണം. ഇലക്ട്രിസിറ്റി, ജല സപ്ലൈ അൺഇൻറ്ററപ്റ്റഡ് ആൻഡ് ചീപ്പ് വാട്ടർ സപ്ലൈ, ഇതെല്ലാം ഒരു കാലത്തും ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കാനാവാത്ത രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ് കൊടുത്തു എന്നത് ചരിത്രപരമായ സത്യമാണ്. അപ്പോൾ വേറിട്ട ഒരു മോഡൽ ഉയർത്തിക്കാട്ടി എന്ന ഒരു ട്രാക്ക് റെക്കോർഡ് അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അതുകൊണ്ടാണ്
സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും 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 വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ കൊടുത്ത്. ഇനി രഞ്ജിത്ത് എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമോ? ആ ഒരു പരീക്ഷണം ഒരു ദേശീയ കക്ഷിയാകണമെങ്കിൽ മിനിമം 4 സംസ്ഥാനത്തെങ്കിലും നിശ്ചിത ശതമാനം വോട്ട് ഷെയർ അല്ലെങ്കിൽ സീറ്റുകൾ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഉണ്ടാവണം. അതിനുള്ള എളുപ്പ വഴിയാണ് ഗോവ എന്ന ചെറിയ സംസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്തു. ആ ഗോവ നിയമസഭയിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ എന്തുകൊണ്ടാണ് കേജ്രിവാൾ താല്പര്യപ്പെട്ടത് എന്ന് എനിക്കറിയില്ല. ഗുജറാത്തിൽ കുറച്ചുകൂടെയൊക്കെ ജാതി രാഷ്ട്രീയവും അതുപോലെ ഗുജറാത്തിൻ്റെ ലോക്കൽ മറ്റു ചില താല്പര്യങ്ങളുമാണ്. അപ്പോൾ അവിടെ ഡൽഹിയിലെ പോലെയല്ല, പണം ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വളരെ വലിയ തോതിൽ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ ഒരു രീതിയല്ല അത്. അപ്പം വലിയ തോതിൽ പണം ആവശ്യമായി വന്നപ്പോഴാണ് ചില ഡീലുകൾ നടത്താതെ എങ്ങനെയാണ് ഈ പണം ഉണ്ടാവുക? പണത്തിന് പണം തന്നെ വേണം. അങ്ങനെയാണ് സൗത്ത് ലോബി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് ഒക്കെ കേന്ദ്രീകരിച്ച ചില കമ്പനികൾ, ചില ലോബികൾ ഡൽഹി മദ്യ നയത്തിലേക്ക് കേജ്രിവാളിനെയും മനീഷ് സിസോദിയെയും എത്തിച്ചത് എന്നാണ് ആരോപണം. അത് മാത്രമല്ല, ശരത് ചന്ദ്ര, ഈ ലോബിയുടെ ഭാഗമായി പ്രവർത്തിച്ച പിണിയാളുകളിൽ ഒരാളായ ശരത് ചന്ദ്ര റെഡ്ഡി ഒരു മാപ്പ് സാക്ഷിയായി പറയുകയാണ്, 100 കോടി രൂപ ഈ ഡൽഹി മദ്യനയം ഉണ്ടാക്കി ചില കോർപ്പറേറ്റുകൾക്ക് അല്ലെ ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റുകൾക്ക് പ്രയോജനപരമായ രീതിയിൽ സർക്കിളുകൾ അലോട്ട് ചെയ്ത് കൊടുത്തത് വഴി വളരെ വലിയ 1000 കോടിയിലധികം രൂപയുടെ പ്രയോജനം വന്നപ്പോൾ 100 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് നൽകുകയും അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഫണ്ടായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല കേജ്രിവാൾ ആരോപണം നേരിടുന്നത്, പാർട്ടിയുടെ കൺവീനർ, ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ ഇത് പാർട്ടിക്ക് ലഭിച്ച പണമാണ്, തെരഞ്ഞെടുപ്പിൽ ലഭിച്ച പണമാണെന്നാണ് ആരോപണം. അത് മാത്രമല്ല, മദ്യനയത്തിന്റെ ചുമതല എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, ക്യാബിനറ്റിന്റെ തലവനാണ്. അതേസമയം മനീഷ് സിസോദിയ എന്ന മന്ത്രിയായിരുന്നു എക്സൈസിന്റെ ചുമതലയുള്ള മന്ത്രി. അപ്പം നേരിട്ട് മനീഷ് സിസോദിയ അതിനകത്ത് ഇംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ഇവിടെ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇതിനകത്ത് കവിതാ റാവു ഉൾപ്പെടെയുള്ള ആളുകൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് അല്ലെങ്കിൽ തെലങ്കാനയിൽ നിന്നും ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതാ റാവുവും അതുപോലെ ആന്ധ്രയിലെ YSR കോൺഗ്രസിൻ്റെ ഒരു MP-യും ഒക്കെ വരുമ്പോൾ ഇത് കേവലം ശരാശരി രാഷ്ട്രീയമല്ല, ഒരു വലിയ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു കേസ് ആദ്യമാണ്. ഒരു മന്ത്രിസഭ അതിൻ്റെ നയത്തെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിൽ ചില സ്ഥാപിത ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കുകയും ഇംപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്താൽ അതോടെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയവും കേജ്രിവാളിൻ്റെ രാഷ്ട്രീയവും അവസാനിക്കും. പക്ഷേ ഇപ്പോൾ ഒരു രീതിയിലുള്ള തെളിവുകളും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല, ആരോപണങ്ങൾ മാത്രമാണ്. അതാണ് സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത്, ആരോപണങ്ങൾ. അപ്പോൾ ഇനി മറ്റ് സംസ്ഥാനത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഒരു തീർച്ചമൂർച്ച വരാതെ സംശയത്തിൻ്റെ നിഴൽ മാറാത്തത് കൊണ്ട് ജാതി രാഷ്ട്രീയം തുള്ളിക്കളിക്കുന്ന മറ്റ് മേഖലകളിലേക്ക്, കേരളം ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് വരാൻ ബുദ്ധിമുട്ട് വരും. കാരണം കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് വ്യത്യസ്തമാണ്. അവിടെ ആം ആദ്മി പാർട്ടി ഉയർത്തുന്ന ഒരു തരം മൈൻഡ് സെറ്റ് അല്ല. ഇപ്പോഴും വിദ്യാഭ്യാസം ഇത്രയും ഉണ്ടെങ്കിലും പ്രൈമോഡിയൽ ലോയൽറ്റി, ജാതി മത പ്രാദേശിക പ്രൈമോഡിയൽ ലോയൽറ്റീസ് ആണ് വോട്ടിംഗ് ഡിസിഷൻ കേരളത്തിൽ ഉൾപ്പെടെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് വരാൻ സമയമെടുക്കും. പരമാവധി മെട്രോപൊളിറ്റൻ സിറ്റികളിലേക്കായിരിക്കും ആദ്യം ആം ആദ്മി പാർട്ടിക്ക് കടന്നു വരാൻ കഴിയുന്നത്. അതുവരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മുന്നോട്ട് പോവുകയും BJPയുടെ ആകാശത്തെ തടഞ്ഞു നിർത്താൻ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന മിനിമം പരിപാടിയും സ്വന്തമായി പരീക്ഷണം ഡൽഹിയിൽ പരാജയപ്പെട്ട നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. 4-3 മത്സരിച്ചപ്പോൾ ഒന്നും വിജയിച്ചില്ല. BJP അവിടെ വലിയ നേട്ടം നേടി. ശ്രീ ജയസൂര്യൻ, ഇവിടെ കേജ്രിവാളിന്റെ PR വർക്ക് എന്നാണ് BJP വക്താവ് ഇന്ന് ഈ നീക്കത്തെ കുറിച്ച് പറഞ്ഞത്. ഡൽഹി മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ജനങ്ങൾക്കിടയിൽ അഴിമതിയുടെ പ്രതിച്ഛായയാണ് എന്നും അതിൽ നിന്ന് മുക്തനാകാനുള്ള ശ്രമമാണ് എന്നും അതിന് സ്വാഭാവികമായി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു സഹതാപതരംഗം ഉണ്ടാക്കുക എന്നുള്ളതുമൊക്കെയാണ്. പക്ഷേ PR വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം BJP എന്ത് രാഷ്ട്രീയം കളിക്കുന്നു അതിനെ അതേ നാണയത്തിൽ നേരിടുന്ന ഒരു നേതാവ് കൂടിയാണ്. ഇന്ന് ഭഗവാൻ കാ കൃപ മേരെ സാഥ് ഹേ എന്ന് 3-4 വട്ടം പ്രസംഗിക്കുന്ന കേജ്രിവാളിനെ നമ്മൾ കണ്ടു. ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്ന കേജ്രിവാളുണ്ട്. മറ്റു തലത്തിൽ ഈ ഹിന്ദു അജണ്ട എങ്ങനെ BJP കൈകാര്യം ചെയ്യുന്നു അതിനെ അതേ നാണയത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന നേതാവായി കേജ്രിവാൾ മാറുന്നുണ്ട്. അങ്ങനെ എന്താണ് BJP മുന്നോട്ട് വെക്കുന്നത്, BJPയുടെ അജണ്ടകൾ, അതിനൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സ്റ്റേക്ക് ഉണ്ട്. അല്ല, മോഹൻ വർഗീസ് സാർ അത് വളരെ വ്യക്തമായി പറഞ്ഞു. നല്ല ഒരു നാടക നടനാണ് അദ്ദേഹം, ഗംഭീരമായ നാടകമാണ് ആടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കൂ, ഇവിടെ BJP ആണ് എല്ലാവരും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, കേജ്രിവാളും അങ്ങനെ തന്നെയാണ്.
പക്ഷെ BJP അല്ലല്ലോ കേജ്രിവാളിനെ ജയിലിനകത്തേക്ക് വിട്ടത്. അനിൽകുമാർ ചൗധരി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ഈ കേജ്രിവാളിനെതിരെ കേസ് കൊടുത്തത്. അദ്ദേഹമാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. അദ്ദേഹമാണ് സമരത്തിന് നേതൃത്വം കൊടുത്തത്. കോൺഗ്രസ് പാർട്ടിയാണ് ഇദ്ദേഹത്തിനെതിരെ കോടതിയിൽ പോയത്, അല്ലാതെ BJP അല്ല. അങ്ങനെ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളെ BJPക്കെതിരായിട്ട് തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചതിനെ കൃത്യമായി കോടതി തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. 9 തവണ ED നോട്ടീസ് അയച്ചിട്ടും മാസങ്ങൾ അദ്ദേഹം ഹാജരാവാതെ നിന്നു. നിയമത്തോടും രാജ്യത്തോടും ഭരണഘടനയോടും ഒക്കെ കൂറുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് EDക്ക് മുമ്പാകെ ഹാജരായില്ല? എന്നിട്ട് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്നപ്പോൾ അദ്ദേഹം EDക്ക് മുമ്പായി ഹാജരായി, അദ്ദേഹം അറസ്റ്റ് വരിച്ചു. എന്നിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയ പകപോക്കലാണ് ഇത് എന്ന് കോടതിയിൽ അദ്ദേഹം വാദിച്ചു. അപ്പോൾ കോടതി അദ്ദേഹത്തോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്തെ അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള വാദം കോടതിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം കോടതിയുടെ നടപടികൾ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം അനുസരിച്ചല്ല പോകുന്നത്, അതും കോടതി നടപടികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ മാപ്പുസാക്ഷി എന്നുള്ള അടുത്ത ആരോപണവുമായിട്ട് രംഗത്തേക്ക് വന്നു. അപ്പോഴും കോടതി വളരെ വ്യക്തമായി പറഞ്ഞു മാപ്പുസാക്ഷിയാക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരല്ല, ഏതെങ്കിലും ഗവൺമെന്റ് അല്ല, ഞങ്ങളാണ്, കോടതിയാണ് മാപ്പുസാക്ഷിയെ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് അവിടെയും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? അപ്പൊ നിയമപരമായ കാര്യങ്ങളിൽ നിന്ന് ഓടിക്കൊളിക്കാന്, നിയമത്തിന്റെ മുമ്പിൽ ഹാജരാവാതിരിക്കാൻ അവസാന നിമിഷം വരെ പോരടിച്ചു നോക്കിയിട്ട് നടക്കാതെ വന്ന് അകത്തേക്ക് പോയപ്പോൾ ഇപ്പോൾ 6 മാസക്കാലം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ വളരെ വ്യക്തമാണല്ലോ അദ്ദേഹത്തിന് യാതൊരുവിധ അധികാരവുമില്ല. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഈ നാടകങ്ങൾ കുറെ കൂടി വ്യക്തമാക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളുടെ മന്ത്രിസഭകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശത്തെയും ഘടകകക്ഷികളുടെ ബന്ധത്തിലാണ് ഈ അഴിമതി മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇപ്പോൾ കവിത റാവു ആണെങ്കിലും അതുപോലെ തന്നെ മറ്റേ ശ്രീരാമുലു റെഡ്ഡി ആണെങ്കിലും ഇവരൊക്കെ തന്നെ YSR കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ ഈ റാവുവിന്റെ പാർട്ടിയുടെയും ഒക്കെ തന്നെ പിൻബലത്തോടു കൂടി ആ ഇന്ത്യ മുന്നണിയായി നിന്നുകൊണ്ട് തന്നെ ഈ അഴിമതി ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. അവിടെ എത്രയാണ് 580 കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തി. അഴിമതിയുടെയും അല്ലെങ്കിൽ ഈ സ്വജനപക്ഷപാതത്തിന്റെയും അങ്ങനെയുള്ള യാതൊരു കറയും പുരളാത്ത സംശുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി വന്നത്. എന്നിട്ട് ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഡൽഹിയില് 489 മദ്യഷാപ്പുകൾ പുതുതായിട്ട് കൊണ്ടുവന്നു. മാത്രമല്ല സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യ വിതരണ സംവിധാനം പരിപൂർണമായി 100% സ്വകാര്യവൽക്കരിച്ചു. 6% കമ്മീഷൻ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർക്ക് കൈമാറണമെന്ന വ്യവസ്ഥയുണ്ടാക്കി. 12% ലാഭം മദ്യ കമ്പനികൾക്ക് കൂടുതലായി ഉണ്ടാക്കാൻ വേണ്ടി അതിന് വ്യവസ്ഥയുണ്ടാക്കി. അതുകൂടാതെ ചില്ലറ വിൽപ്പനക്കാർക്ക് 185% ലാഭം ഉറപ്പുവരുത്തി. അങ്ങനെ എല്ലാം കൂടി 580 കോടി രൂപ ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിനെ കൊള്ളയടിച്ചു. ഇതാണ് നിസാര കാര്യമൊന്നുമല്ല. അതായത് ഡൽഹിയെ മദ്യത്തിൽ പൊക്കുകയും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുകയും അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പാർട്ടി ഫണ്ടായിട്ട് മാറ്റുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ളതിനേക്കാൾ ഉപരി പാർട്ടി കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹം ആ പണം കൈകാര്യം ചെയ്തു എന്നുള്ള വസ്തുതകൾ ഇന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ ശ്രീ മോഹൻ വർഗീസ് സാറിലേക്ക് ഒരിക്കൽ കൂടി പണത്തിന് പോകണം, മറ്റു ചാനലിലേക്ക് ഒന്ന് ചർച്ചയ്ക്കായി പോകേണ്ടത്. ശ്രീ മോഹൻ വർഗീസ് സാർ, ഇവിടെ ഒരു ഈ ആം ആദ്മിയുടെ അധികാര കേന്ദ്രങ്ങളിൽ ഈ നമുക്കറിയാം അതിഷിയാണ് അവിടെ കേജ്രിവാളിലായിരുന്നപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. 9ഓളം വകുപ്പുകളുടെ ചുമതല അവർക്കുണ്ടായിരുന്നു. പുറത്തു വന്ന് മറ്റൊരു മുഖ്യമന്ത്രിയെ അവരോധിക്കുമ്പോൾ രാജിവെച്ച് മാറുമ്പോൾ അങ്ങനെ ഒരു ആശങ്ക കൂടി ആ പാർട്ടിക്ക് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? താങ്കൾ പറഞ്ഞ സാധാരണ രാഷ്ട്രീയ പാർട്ടിയെ പോലെ അല്ല ആം ആദ്മി, പക്ഷേ ഇങ്ങനെ ചില പല സംസ്ഥാനങ്ങളിലും കണ്ട അനുഭവം കൂടി ചേർത്ത് വെച്ച് പറയുകയാണ്. ഈ ശ്രീ രഞ്ജിത്ത്, സുനിത കേജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന വാദം ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം അതോടെ ആം ആദ്മി പാർട്ടിക്ക് പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന ഒരു ഇമേജ് നഷ്ടപ്പെടുകയാണ്. അതേസമയം അതിഷി മർലേന, അപ്പം ആ വ്യക്തിയാണ്, ആ മന്ത്രിയാണ് വളരെ വളരെ ചടുലമായ ഒരു ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കേജ്രിവാളിന് വേണ്ടി വാദിച്ചത് മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചതും മാധ്യമങ്ങളോട് സംബന്ധിച്ചതും രാജ്യത്തോടായി ഏറ്റവും അധികം വിസിബിലിറ്റിയോടുകൂടി സംവദിച്ചത് അതിഷി മർലേനയാണ്.
അപ്പോൾ ആ അതിഷിയുടെ പേര് ഗൗരവമായി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ഇടക്കാല താൽക്കാലിക മുഖ്യമന്ത്രി മാത്രമായിരിക്കും. അതുകൊണ്ട് കാര്യമായ, പക്ഷേ അങ്ങനെ ഒരു മുഖ്യമന്ത്രി അധികാരത്തിലെത്തുകയും ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് വളരെ ജനകീയമായ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ജനക്ഷേമപരമായ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ഈ ഡോളിംഗ് രാഷ്ട്രീയം അല്ലെ ഫ്രീ ബി രാഷ്ട്രീയം നെക്സ്റ്റ് ലെവലിലേക്ക് കൂടി കൊണ്ടുപോയി ഉറപ്പായി ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന, ഒരു പക്ഷേ മുൻകൂട്ടിയാണെങ്കിൽ അങ്ങനെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യണമെങ്കിൽ പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകണം. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് ഒരു ഫയലും ഒപ്പിടാനൊക്കില്ല, ഒരു ഫയലും നീക്കാനൊക്കില്ല. ലഫ്റ്റനന്റ് ഗവർണറുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഏതാനും കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പുറത്തു നിൽക്കുന്നതും ഒരു പക്ഷേ അതിഷി മർലേനെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മന്ത്രിയെയും മുഖ്യമന്ത്രി പദവിയിലേക്ക് തൽക്കാലത്തേക്ക് ഉയർത്തിക്കാട്ടുകയും അദ്ദേഹം ഈ പനീർ സെൽവത്തെ ജയലളിത ഉയർത്തിക്കാട്ടിയതുപോലെ മാത്രം കരുതിയാൽ മതി. അതുകൊണ്ട് ഈ സിംഹാസനം അരവിന്ദ് കെജ്രിവാൾ ഒഴിച്ചിട്ട സിംഹാസനം വാമായി നിലനിർത്താൻ തക്ക ഒരാൾ, പറയുന്ന സമയത്ത് മാറിക്കൊടുക്കാൻ തക്ക ഒരാൾ, അത് ചമ്പൈ തോർന്നെ പോലെ ആകരുത്. അല്ല എങ്കിൽ ബീഹാറിൽ നടത്തിയ ഒരു മറ്റൊരാൾ ജിതിൻ റാം മാഞ്ചിക്ക് കൊടുത്തതുപോലെ ആകരുത്. അതുകൊണ്ട് അതുപോലെ പഞ്ചാബിൽ ചന്നിക്ക് കൊടുത്തതുപോലെ ചന്നിക്ക് കൊടുത്തതുപോലെ പേരുദോഷം ഉണ്ടാവുകയും ചെയ്യരുത്. അതുകൊണ്ട് ഭംഗിയായി കൈകാര്യം ചെയ്യാനുള്ള ഒരു ത്രാണി ഉണ്ട്. ഒരു പക്ഷേ ഒരു വനിതാ മുഖ്യമന്ത്രി വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് അതിഷി മർലേനയിലേക്ക് തന്നെയായിരിക്കും എല്ലാ കണ്ണുകളും നീളുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ശരി, ശ്രീ ജോൺസൺ, ഇവിടെ നമുക്കറിയാം കേസ് അതിൻ്റെ കാഠിന്യത്തിൽ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ജാമ്യം, അത് ജയിലിൽ കിടന്ന കാലാവധിയൊക്കെ കാട്ടി കോടതി കൂടുതലായി ജാമ്യം നൽകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യം കൂടിയാണ്. അവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ കേസിൻ്റെ ഗ്രാവിറ്റിയെക്കുറിച്ച് ശ്രീ ജയസൂര്യൻ പറയുകയുണ്ടായി. ചെറിയ കേസല്ല, അഴിമതി കേസാണ്, മദ്യനയവുമായി ബന്ധപ്പെട്ട കേസാണ്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട കേസാണ്. ആം ആദ്മി പാർട്ടിയുടെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇവിടെ ഇന്ന് രണ്ടാമത്തെ നേതാവ് കൂടി രാജിവെക്കേണ്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം ആ പാർട്ടിക്ക് ഉണ്ടാവുകയാണ്. അവിടെയാണ് BJP പറഞ്ഞു വെക്കുന്നത് അഴിമതിയുടെ പ്രതിച്ഛായയാണ് കെജ്രിവാളിനുള്ളത് ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സിൽ, അത് ഈ സഹതാപതരം കൊണ്ട് മാറില്ല എന്ന്. ശ്രീ ജോൺസൺ, ഹലോ, കേൾക്കാമോ? കേൾക്കാം. അതായത് അഴിമതിയുടെ കറ പുലർന്ന മനുഷ്യനാണ് കേജ്രിവാൾ എന്ന് പറയുമ്പോൾ കേസ് നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, PMLA ആക്ട് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടുക എന്നത് ദുഷ്കരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം അതിന്റെ കേസിന്റെ വിചാരണ നടത്തിയ ഇതിന്റെ ശതമാനമൊക്കെ നമുക്കറിയാം. ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് അത്തരത്തിൽ വിചാരണ നേരിടുന്നു. പക്ഷെ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെ തുടർച്ചയായി വേട്ടയാടിയതിനു ശേഷം അല്ലെങ്കിൽ വേട്ടയാടുന്നതിന് വേണ്ടി 250-ലധികം റെയ്ഡുകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റെയ്ഡ് നടത്തി ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ നേതാക്കന്മാരെ എല്ലാം അകത്തിടുന്നതിന്റെ മുഖ്യമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പാർട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, BJP ഏറ്റവും അധികം ഇന്ത്യയിൽ ഭയപ്പെടുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ഒരുപക്ഷെ അവരുടെ സ്ലോഗനിലൊക്കെ പറയുമായിരിക്കും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നുണ്ടെങ്കിൽ കേജ്രിവാളിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് BJP മുക്ത ഭാരതം എന്ന് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്കൊരു പ്രതിസന്ധി. ആം ആദ്മി മത്സരിക്കുന്നിടത്ത് ഒരുപക്ഷെ കോൺഗ്രസ് ഇല്ലാതായി മാറുന്നത് കൊണ്ട് BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ PMLA ആക്ട് പ്രകാരം അകത്തിടുന്ന ഒരു വ്യക്തിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം തന്നെ കേസ് തെളിയിച്ച് അദ്ദേഹം തന്നെ പുറത്തു വരണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ ഇപ്പൊ നമുക്കറിയാം ED ജാമ്യം കൊടുത്തു. വീണ്ടും EDയുടെ ജാമ്യത്തെ മറികടക്കുവാൻ CBI കേസെടുത്തു. ആ CBI കേസിൽ അറസ്റ്റ് വന്നപ്പോൾ വീണ്ടും അകത്തേക്ക് പോയി. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായ സാർ ഇവിടെ സൂചിപ്പിച്ചു, അതിന്റെ നേർചിത്രം കുറ്റപത്രത്തിന്റെ നേർചിത്രം പറഞ്ഞു. അതുപോലെ തന്നെ BJPയുടെ വക്താവും അതേ രീതിയിൽ തന്നെ ആരോപണങ്ങൾ പറഞ്ഞു. അവസാനം പറഞ്ഞു അതിന് ആരോപണങ്ങളാണ് എന്നാണ്. ഈ പറയുന്ന കേസുകളിലൊന്നും സുപ്രീം കോടതിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. ഈ 550 കോടി രൂപയോ അല്ലെങ്കിൽ 100 കോടി രൂപയോ ഒക്കെ അഴിമതി നടത്തി എന്ന് പറയപ്പെടുമ്പോഴും അതിന് 1 രൂപ പോലും കണ്ടെത്തുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കേസിന് ഏതെങ്കിലും ഒരു തെളിവ് ഹാജരാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ മുൻപിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയല്ലേ സുപ്രീം കോടതി ഇവിടെ പറഞ്ഞത് ഈ CBI ഒക്കെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞത്. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞതല്ല, പല പ്രാവശ്യമായി പറയുന്നതാണ്. അപ്പൊ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു തത്തിയായിട്ട് ഈ പറയുന്ന CBI മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ മാറുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര രാഷ്ട്രീയം അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടം തന്നെയാണ്.
അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഈ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന കേജ്രിവാൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വീണ്ടും BJP ഭയപ്പെടുകയാണ്. യാതൊരു സംശയം വേണ്ട. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള മോഹൻ സാർ പറഞ്ഞു കഴിഞ്ഞു. ഇത് എന്താണ്, പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ പകരം ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. ആ മുഖ്യമന്ത്രി വഴി ഭരണം കാഴ്ചവെക്കുവാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും കഴിവും പ്രാപ്തിയുമുള്ള ഒരു നേതാവ് തന്നെയാണ് ശ്രീ കേജ്രിവാൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു നിസ്സാര പ്രഖ്യാപനങ്ങളൊന്നും അല്ല നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഏത് പ്രസംഗം എടുത്തു നോക്കിയാലും, ഏത് മഹാസമ്മേളനത്തിലെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ആ പ്രഖ്യാപനമൊക്കെയും ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന്റെ എതിരെയുള്ള അല്ലെങ്കിൽ അവർക്ക് കുറുക്കിക്കൊള്ളുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയ കേജ്രിവാളിനെ ഏറ്റവും അധികം ഇന്ന് ഭയപ്പെടുന്നത് ഈ പറയുന്ന BJP തന്നെയാണ്. തീർച്ചയായും അങ്ങനെ ശ്രീ ജയസൂര്യൻ ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലുകയാണ്, ജനങ്ങളുടെ റഫറൻഡം തേടുകയാണ്. ഈ ഡൽഹിയിലെ ഓരോ വീടുകളിലും വീടാന്തരം കയറി അഭിപ്രായങ്ങൾ തേടുമെന്ന് പറയുകയാണ്. അങ്ങനെ ജനകീയനായ മുഖ്യമന്ത്രിയായി ഒരു പ്രതിച്ഛായുള്ള കെജ്രിവാൾ ആ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെ മുഖ്യമന്ത്രിയായി താൻ തുടരണോ, താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികം അവരുടെ അഭിപ്രായം ഉണ്ടാകും. ഓരോരുത്തരുമായി സംവദിക്കാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ ആം ആദ്മിക്കുള്ള ഒരു എഡ്ജ് അതിപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മിയും കൂടി ഒന്നിച്ച് BJPക്കെതിരെ വലിയ ശക്തമായിട്ടുള്ള നീക്കമാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ആ സമയത്ത് കേജ്രിവാൾ വിഷയം ഇതിനേക്കാൾ ഏറെ ശക്തമായി കത്തി നിൽക്കുകയായിരുന്നു. ഇന്ത്യ മുന്നണി വളരെ ഭദ്രവും ശക്തവുമായിട്ട് മുന്നോട്ട് വന്നു. എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഡൽഹിയിലായിരുന്നു ഏറ്റവും അനുയോജ്യമായിട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നത്, നമ്മൾ ഓർത്തു വെക്കണം. പിന്നീട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അടക്കം അവിടെ നടന്നു. അവിടെയൊക്കെ BJPക്ക് പരാജയം സംഭവിച്ചു. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ സാഹചര്യത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ നിലപാട് എന്താ? കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കേജ്രിവാളിനോടുള്ള നിലപാട് ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വന്ന കേജ്രിവാളിനോട് ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടി പുലർത്തുന്നില്ല. കാരണം ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ദേവേന്ദ്ര യാദവ് പറഞ്ഞു, ഇത് കേജ്രിവാളിന്റെ പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. ഒരിക്കലും കേജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ പിന്തുണ കൊടുക്കാൻ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാവുന്നില്ല. ഓർക്കണം, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ്, രണ്ടുപേരും കൂടെ ഒന്നിച്ചവിടെ മത്സരിച്ചതാണ്. എന്നിട്ട് പോലും ആ ഘടകകക്ഷിയായ ഏറ്റവും വലിയ ഘടകകക്ഷി, ഡൽഹിയിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ കോൺഗ്രസ് ഇന്ന് പരസ്യമായിട്ട് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ദേവേന്ദ്ര യാദവ് തള്ളി പറഞ്ഞിരിക്കുന്നു, കേജ്രിവാളിന്റേത് പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, അതുകൊണ്ട് കേജ്രിവാളിന്റെ കൂടെ ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ കേജ്രിവാളിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് കൂടി നഷ്ടപ്പെടുമെന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ടല്ലേ അപ്പോൾ രാഷ്ട്രീയം എന്നുള്ളത് അഴിമതി വിമുക്തമായ സുതാര്യമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ഡൽഹിയിൽ വാരിക്കോരി ജനങ്ങൾക്ക് സൗജന്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ പഞ്ചാബിൽ അധികാരം കിട്ടി. പക്ഷെ പഞ്ചാബിലെ ജനങ്ങൾ ഇന്ന് നിരാശരാണ്. എന്താണ്? പഞ്ചാബിൽ ഈ സൗജന്യം കിട്ടുന്നില്ല, വാരിക്കോരി കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവിടെ ഇല്ല. പക്ഷെ ഡൽഹിയിലെ തലസ്ഥാനത്തിന്റെ പ്രത്യേക ആനുകൂല്യങ്ങളും എല്ലാം നേടിക്കൊണ്ട് ജനങ്ങൾക്ക് സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനും ഒരു പരിധിയുണ്ട്. അതായത് ഖജനാവ് ശൂന്യമാവുകയും നിലനിൽപ്പ് അപകടത്തിലാവുകയും ചെയ്തപ്പോഴാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വാരിക്കോരി ശമ്പളം കൊടുത്ത് ഇപ്പം കടക്കണിയിലായെന്ന് പറഞ്ഞ പോലെ ഡൽഹിയില് വാരിക്കോരി സൗജന്യം കൊടുത്ത് ഇപ്പോൾ അവസാനം നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ മദ്യം സ്വകാര്യവൽക്കരിച്ച് വിറ്റ് 185% ലാഭമുണ്ടാക്കി കൊടുത്ത് ഖജനാവിനെ കൊള്ളയടിച്ച് ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും മുഖം മിനുക്കേണ്ടി വന്നു. അവിടെയാണ് ഇന്ന് ഇദ്ദേഹം പൊളിഞ്ഞു വീഴാൻ പോകുന്നത്. ഞങ്ങൾ പറയുന്നു, BJP പറയുന്നു, കേജ്രിവാൾ ജനങ്ങളിലേക്ക് ചെല്ലൂ, വീടാന്തരം ചെല്ലൂ, ഓരോ ഡൽഹിക്കാരന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കൂ. കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. UP-യിലെയും ബീഹാറിലെയും ഹരിയാനയിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും അടക്കമുള്ള ജനങ്ങൾ, പഞ്ചാബ് അടക്കമുള്ള ജനങ്ങൾ താമസിക്കുന്ന കോസ്മോപൊളിറ്റൻ, മെട്രോപൊളിറ്റൻ അല്ല, കോസ്മോപൊളിറ്റൻ സിറ്റിയാണ് ഡൽഹി എന്ന് പറയുന്നത്. അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അവിടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കേജ്രിവാൾ അഭിമുഖീകരിക്കട്ടെ, വീടാന്തരം കയറട്ടെ, എല്ലാവരോടും സംസാരിക്കട്ടെ, അധികാരത്തിലേക്ക് തിരിച്ചു വരട്ടെ. ജനാധിപത്യത്തിന്റെ ആ മാർഗത്തെ BJP ഒരിക്കലും ഭയപ്പെടുന്നില്ല. അതേസമയം കേജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ എന്താണെന്നും അദ്ദേഹം എങ്ങനെയാണ് അകത്തുപോയതെന്നും ഇപ്പോൾ കർശനമായ നിബന്ധനകളോടുകൂടി പുറത്തു വരേണ്ടി വന്നതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും ജനങ്ങളിൽ എത്തിക്കും. വീടാന്തരം വ്യക്തികളിലേക്ക് ഈ കാര്യങ്ങൾ കുറെ കൂടി വിശദീകരിച്ച് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുകയാണ്. ഇവിടെയാണ് നോക്കേണ്ടത്. കോൺഗ്രസ് ആം ആദ്മിയോടൊപ്പമില്ല. ഡൽഹിയിലെ ഏറ്റവും വലിയ
സഖ്യകക്ഷിയെന്ന് വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് അവകാശപ്പെടാവുന്ന കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒറ്റയാനായിട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത്, കുറ്റവാളിയായിട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള ചാർജുകൾ വീടാന്തരം വിശദീകരിക്കേണ്ട ഗതികേടിലേക്കാണ് അദ്ദേഹം വരാൻ പോകുന്നത്. ജനങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കേജ്രിവാളിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഡൽഹിയിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ. അവിടെയാണ് കേജ്രിവാൾ വിജയിക്കേണ്ടത്. അവകാശവാദങ്ങളിലൂടെയും നാടകീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങളിലൂടെയും ഗിമ്മിക്കുകൾ കൊണ്ട് എക്കാലവും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചില ആൾക്കാരെ ചില കാലങ്ങളിൽ പറ്റിക്കാം, പക്ഷെ എല്ലാ ആൾക്കാരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ കേജ്രിവാളിന്റെ വാട്ടർലൂ ആയിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ആം ആദ്മി പാർട്ടിയുടെ അന്ത്യമായിരിക്കും അത്. കാരണം കടന്നു ചെന്ന സംസ്ഥാനങ്ങളിൽ 12% വോട്ട് നേടിച്ച് ഗുജറാത്തിനെ ഞെട്ടിച്ച പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതുപോലെ ഇപ്പോൾ ഭരണം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ മുന്നേറ്റം നടത്തിയതാണ് ഗോവയിൽ. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പോൾ അധികാരം കിട്ടിയ പഞ്ചാബിൽ ജനങ്ങൾ എന്തുകൊണ്ടാണ് കേജ്രിവാളിനെതിരെ തിരിയുന്നത്? അവിടെ എന്തുകൊണ്ടാണ് പിന്നീട് മുന്നോട്ട് പോകാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയാതെ വരുന്നത്? ഹരിയാനയുടെ കാര്യം ഇവിടെ മോഹൻ വർഗീസ് സാറ് പറഞ്ഞു, അത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ കാലമത്രയും നടത്തിയത് നാടകമായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് കേജ്രിവാൾ വീടുകളിലേക്ക് പോകട്ടെ, ഞങ്ങളും വീടുകളിലേക്ക് പോകും. നേരിട്ട് ജനങ്ങളോട് സംസാരിച്ചു കഴിയുമ്പോൾ കേജ്രിവാളിനാണോ BJP ആണോ ജനം അംഗീകരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് കാണാം. ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കേജ്രിവാളിന്റെ വാട്ടർലൂ ആയിരിക്കും വരാൻ പോകുന്ന ഡൽഹി തെരഞ്ഞെടുപ്പ്. ശരി, ശ്രീ ജോൺസൺ, ഇവിടെ കോൺഗ്രസ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നത് പറയുകയായിരുന്നു ശ്രീ ജയസൂര്യൻ. കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ച പാർട്ടിയാണ്, അവിടെ വിജയം കണ്ടെത്താത്ത പശ്ചാത്തലമുണ്ട്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പാണോ അടുത്ത് തന്നെ, ഇപ്പോൾ ഡിസംബറോ നവംബറിലോ ഉള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണോ ആം ആദ്മി പാർട്ടി ലക്ഷ്യം, അതോ പകരം ഒരു മുഖ്യമന്ത്രിയെ വെച്ച് ടേം കംപ്ലീറ്റ് ചെയ്ത ശേഷം ജനത്തെ നേരിടുക എന്നുള്ളതാണോ? ഏത് തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മുന്നിലുള്ളത്? നമ്മുടെ ദേശീയ നേതാവ് കേജ്രിവാൾ ഇവിടെ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി 2 ദിവസത്തെ അവധി. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്, 2 ദിവസത്തിനുള്ളിൽ രാജി പ്രഖ്യാപിക്കുമെന്ന്. രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് തലയെടുപ്പുള്ള നേതാക്കന്മാരുണ്ടാകും. ഫെബ്രുവരിയിൽ നടക്കുന്ന ഇലക്ഷൻ ആണെങ്കിൽ പോലും അതിൽ വരെയുള്ള ഇടക്കാല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാനുള്ള ശേഷി അവിടുത്തെ MLA-മാർക്കുണ്ട്. അല്ലെങ്കിൽ അതിന് പക്വതായ നേതാക്കന്മാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കാൻ യോഗ്യതയുള്ള ധാരാളം നേതാക്കന്മാർ ഈ പാർട്ടിക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ പോകുന്നത്. ഇവിടെ ഇലക്ഷനെ സംബന്ധിച്ച് നമ്മളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഡൽഹി ഇലക്ഷനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച്. BJPയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം അദ്ദേഹം കുറേയേറെ ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നടന്ന കാര്യങ്ങളെ, പഞ്ചാബിൽ നടന്ന കാര്യങ്ങളെ, ഗുജറാത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിലെന്താണ് തെറ്റായിട്ടുള്ളത്? എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തിൽ നിന്ന് ഒളിച്ചോടി പോയ പാർട്ടിയല്ല ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ഭരണം തന്നെ നമ്മൾ കാഴ്ചവെക്കുന്നത് തന്നെയല്ലേ? പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതിന്റെ പേരിലല്ലേ വീണ്ടും വീണ്ടും അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത്? അത് തന്നെയല്ലേ കേജ്രിവാൾ ഇപ്പോഴും പറയുന്നത്? നിങ്ങൾ നേരത്തെ ഇലക്ഷൻ നടത്തിക്കൊള്ളുക. ഏതെങ്കിലും ഒരു നേതാവിന് ആർജവമുണ്ട് അത്തരത്തിലൊരു കാര്യം പറയുവാൻ? ഒരു കേസിലെ പ്രതിയായിട്ട് ജാമ്യം കിട്ടി പുറത്തു വന്നൊരു നേതാവ് ഒരിക്കലെങ്കിലും പറയുമോ നിങ്ങൾ നേരത്തെ ഇലക്ഷൻ നടത്തിക്കൊള്ളുക, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം പറ്റുമെങ്കിൽ നേരത്തെ നടത്തിക്കൊള്ളുക, ഞങ്ങൾ തയ്യാറാണ് എന്ന് ആർജവത്തോടെ പറയാൻ പറ്റുന്ന ഏത് നേതാവാണുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇലക്ഷന് മുൻപ് ഞങ്ങൾ മറ്റൊരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് ഞാൻ മാറിക്കോളാം, ജനങ്ങൾ തീരുമാനിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമെന്ന് പറയാൻ പറ്റുന്ന നേതാവുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസമുള്ള അല്ലെങ്കിൽ നന്മയുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട്, അഴിമതിരഹിതമായ ഒരു പാർട്ടി ആയതുകൊണ്ട് അവിടെ ഈ ധാരാളം ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. ഡൽഹിയിൽ പറഞ്ഞ കാര്യം പഞ്ചാബിൽ അത്ര ഇല്ലായിരിക്കും. കാരണം ഡൽഹി അല്ല പഞ്ചാബ്, പഞ്ചാബ് അല്ല ഈ പറയുന്ന ഗോവ, ഗോവയല്ല കേരളം. അതിന് വ്യത്യാസമുണ്ട്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ. ഇപ്പൊ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ കൊടുക്കുന്ന അത്രയും പ്രഖ്യാപനങ്ങളോ സൗജന്യങ്ങളോ കൊടുക്കുവാൻ പറ്റിയെന്ന് വരില്ല. ഡൽഹിയിൽ എന്താണ്, ഡൽഹിയിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അവിടെ വരുമാനം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള കടക്കിണിയിൽ നിന്നും അവിടുന്ന് മോചിപ്പിച്ചെടുത്തു. അങ്ങനെ മോചിപ്പിച്ചു. പക്ഷെ കേരളത്തിന്റെ അവസ്ഥ അതല്ല. പക്ഷേ ഇത്തരത്തിൽ പറയുന്ന വാക്കുകൾ നിറവേറ്റുകയും നിറവേറ്റാൻ പറ്റുന്ന വാക്കുകൾ പറയുകയും ചെയ്യുന്ന അവിടെയാണ് ഈ 48 മണിക്കൂർ എന്തിനെന്ന ചോദ്യം ഉയരുന്നത്. BJP ഈ പറഞ്ഞത് 48 മണിക്കൂർ നിഗൂഢമാണ് എന്നുള്ളതാണ്. എന്താണ് കേജ്രിവാൾ? വേണമെങ്കിൽ ഇന്ന് രാജിവെച്ചങ്ങ് മാറി നിൽക്കാം, ഇന്നുകൊണ്ട് രാജിവെക്കാം, ഞാൻ രാജിവെക്കാണെന്ന് പ്രഖ്യാപിച്ച് മാറാം. അതിന് പകരം 48 മണിക്കൂർ സമയം വേണം എന്ന് പറയുമ്പോഴാണ് ഈ നിഗൂഢമാണ് എന്ന് BJP പറയുന്നത്. എന്ത് നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നത് വ്യക്തവുമല്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ.
ഇപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? കേജ്രിവാളും ആം ആദ്മി പാർട്ടിയെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അദ്ദേഹം ഒരു യഥാർത്ഥ പൊളിറ്റീഷ്യൻ ആണ് എന്ന് പറയാൻ കാരണം, ഒറ്റയടിക്ക് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോയാൽ ഒരുപക്ഷെ ഒരു ചാനൽ ചർച്ചയിലൂടെ അത് തീരും. പുതിയൊരു മുഖ്യമന്ത്രി വരും, മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാം. പക്ഷേ പാർട്ടിയുടെ സംവിധാനത്തെ പറ്റി ചർച്ച ചെയ്യുവാൻ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ ദേശീയ കൺവീനർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഴിമതി എന്താണ്, അദ്ദേഹം സംയുക്ത രാഷ്ട്രീയത്തിന്റെ വക്താവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഭാരതത്തിലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ന് നാളെ നമുക്കറിയാം അവധിയുള്ള ദിവസങ്ങളാണ്. അപ്പൊ ഈ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ബുദ്ധി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. കാര്യം 10-11 വർഷം പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ പോലും ഇത്രയേറെ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി. അതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ മോൾസാർ പറഞ്ഞു കഴിഞ്ഞല്ലോ, അവർ കൃത്യമായ അജണ്ടയിലൂടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകൻ പറയുമ്പോൾ നമ്മളത് വ്യക്തമാക്കണം. കൃത്യമായ അജണ്ടയിലൂടെയും കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് അദ്ദേഹം ഓരോ വാക്കും ഓരോ വാചകങ്ങളും ഓരോ വാഗ്ദാനങ്ങളും പറയുന്നത്. ആ വാഗ്ദാനങ്ങളിലൂടെ എല്ലാം പോകുമ്പോഴും കൃത്യമായി നടപ്പാക്കാൻ ശേഷിയും കഴിവും പ്രാപ്തിയുമുള്ള ഒരു പാർട്ടിയും നേതാക്കളും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു ചർച്ചയിലേക്ക് മാറും. ഇതിന്റെ തന്നെ ഈ പാർട്ടിയുടെ തന്നെ മറ്റൊരു ചർച്ചയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കുന്നത് ഈ പറയുന്ന ആം ആദ്മിയെ കുറിച്ചായിരിക്കും, കേജ്രിവാളിനെ കുറിച്ചായിരിക്കും. ശ്രീ ജയസൂര്യൻ, ഈ 2 ദിവസം എന്ത് സംഭവിക്കുന്നതാണ് BJP പ്രതീക്ഷിക്കുന്നത്? അതായത് ഈ 2 ദിവസം എന്നുള്ളത് കേജ്രിവാൾ മുന്നോട്ട് വെക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ പിൻഗാമിയാക്കി മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കകത്ത് ഭൂരിപക്ഷമുണ്ടോ എന്നൊരു സംശയം. ആ സംശയത്തിന് അതീതമായി സ്വന്തം ഭാര്യയ്ക്ക് പാർട്ടി MLA-മാരുടെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ 2 ദിവസം അദ്ദേഹം ചോദിക്കുന്നത്. ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഭൂരിപക്ഷം ഉണ്ടായാലും അഥവാ ഇല്ലാതായാലും ആം ആദ്മി പാർട്ടി ഒരു പിളർപ്പിലേക്കായിരിക്കും പോവുക. അതൊഴിവാക്കണമായിരുന്നെങ്കിൽ അദ്ദേഹം ഉടൻ തന്നെ രാജിവെക്കണമായിരുന്നു. അദ്ദേഹം ഈ 48 മണിക്കൂർ ചോദിക്കുന്നത് ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ്, ഭാര്യയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഭാര്യയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായാലും പാർട്ടി വളരും, ഭാര്യയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായില്ലെങ്കിലും പാർട്ടി വളരും. നന്ദി ശ്രീ ജയസൂര്യനൊപ്പം ശ്രീ ജോൺസൺ ഈ ചർച്ചയുടെ ഭാഗമായതിന് ശ്രീ മോഹൻ വർഗീസും ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു. നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, പരാതി പറഞ്ഞ ക്ഷമിക്കണം, ഇത് PD പോളിൽ ചോദിച്ചത് ചോദ്യം മറ്റൊന്നായിരുന്നു, അതിലേക്ക് വരാം. അത് കൃത്യമായി തന്നെ ഉണ്ട്. അതായത് ഈ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജിനീക്കം എന്ത് ലക്ഷ്യം വെച്ചാണ് എന്ന് തന്നെയായിരുന്നു. പ്രേക്ഷകരുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. PD അവസാനിക്കുകയാണ്. നമസ്കാരം.